ഇസ്രാവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ കൊച്ചിയിൽ ആലുവയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ നക്കീവിൻ്റെ വീട്ടിലാണുള്ളത് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ റാഷിദുണ്ട്, സയാലുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒരു ചെറിയ ട്രിപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചെറിയൊരു 1 ഡേ ട്രിപ്പ്. അപ്പോൾ ഇല്ലിക്കൽ, അതേപോലെ വാഗമൺ. അപ്പോൾ ഏത് റൂട്ടിലാണ് നമുക്ക് പോകാൻ പറ്റുകയെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പോയിട്ട് കാണാം. എങ്ങനെ എന്താ ട്രിപ്പ്? എവിടേക്കൊന്നും വലിയ ഐഡിയ ഇല്ലാണ്. എന്തായാലും ചായടിപ്പാല് പുറപ്പെടുന്നത്. അപ്പോൾ എല്ലാം കാണാതിരിക്കില്ല. ബാക്കി എടുത്തു യാസിനെ. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് എവിടേക്ക്? അല്ല, മാമലക്കണ്ടം റേഞ്ച് സ്കൂൾ ടീ ടൈം വഴി ആയിരിക്കും ചിലപ്പോൾ പോവാം. നമ്മൾ ഒറ്റ മൈൻഡിൽ ചായ കുടിക്കാൻ വന്നിട്ട് മാമലക്കണ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തട്ടേക്കാട് വഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതുവരെ ചായ കിട്ടാനുള്ള നല്ലൊരു സ്പോട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ നല്ലൊരു ചായ ഇവിടെ കിട്ടും. ചായയാണ് നമ്മുടെ മെയിൻ. ഒരുപാട് ട്രിപ്പേഴ്സൊക്കെ പോകുന്നത് കാണുന്നുണ്ട്. ഇവിടെ നല്ല കുരങ്ങനെ കാണുന്നുണ്ട്. ചൂരൊക്കെ എന്താ വില? കിലോയ്ക്ക് 160. ഫ്രഷ് അല്ല? നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചൂരയാണിത്. നമ്മൾ കുറച്ച് ലോങ് ഡ്രൈവ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തിലൊരു ഹോട്ടലിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്തായാലും സ്പെഷ്യലായിട്ട് കഴിക്കാൻ കിട്ടുമോ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പാലങ്ങളും
പുഴകളും എല്ലാം കാണുന്നുണ്ട്. ഭയങ്കര കാമായിട്ടുള്ള അന്തരീക്ഷം, ഭയങ്കര അടിപൊളി. നാച്ചുറിൻ്റെ ആ ഒരു വൈബും എല്ലാം ഇങ്ങനെ ആസ്വദിക്കാം. അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ മാമലക്കണ്ടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തുള്ള റോഡൊക്കെ ഭയങ്കര മോശമാണ്. അത്യാവശ്യം ഇങ്ങനെ കേരളത്തിൽ നിന്ന് കാണാൻ പറ്റിയ സ്പോട്ടുകളൊക്കെ വളരെ കുറവാണ്. എന്നിരുന്നാലും ഉള്ള സ്പോട്ടുകളിലേക്കൊക്കെ റോഡിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ടൂറിസ്റ്റേഴ്സിനും വിസിറ്റേഴ്സിനൊക്കെ എത്താനുള്ള സാധ്യത ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ കേരള സർക്കാരൊക്കെ മുൻകൈ എടുത്തിട്ട് ഇങ്ങനെയുള്ള സ്പോട്ടുകളിലേക്കുള്ള റോഡൊക്കെ വികസിപ്പിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ എറണാകുളം ജില്ലയിലെ ആ വൈറലായിട്ടുള്ള സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. മാമലക്കണ്ടേ ഇതിന്റെ മെയിൻ പ്രത്യേകത എന്താ മനോഹരമായിട്ടുള്ള സ്കൂൾ എൻ്റെ ആങ്ങളുടെ പയ്യൻ്റെ കൂട്ടുകാരും കൂടി ഇവിടെ പഠിക്കുന്ന ലക്ഷദ്വീപില് പെരുമ്പാവൂര് അവരോട് വരാറുണ്ട്. ലക്ഷദ്വീപുകാരെ കുറിച്ച് എന്താണ് അഭിപ്രായം? ലക്ഷദ്വീപുകാരെ കുറിച്ച് നല്ല അഭിപ്രായം പറയാൻ, നിങ്ങള് വെള്ളത്തിന്റെ നടുക്കിങ്ങനെ കിടക്കണല്ലേ. ഇവിടെ ടൂറിസ്റ്റ് ആയിട്ടും വരാറുണ്ട് ലക്ഷദ്വീപിൽ നിന്ന് ആൾക്കാര്. അപ്പൊ അവിടെ ധാരാളം പച്ചവെള്ളമൊക്കെ കുടിച്ചിട്ട് പോകും, നല്ല വെള്ളം. ഉപ്പില്ലാത്തത് ഞാൻ കുപ്പിയിലാക്കി കൊടുത്തു. ഇങ്ങനെ മാമലക്കണ്ട എന്ന് പറയുന്നൊരു സ്കൂൾ ഇങ്ങനെ ഫേമസ് ആയി. അപ്പോൾ അത് എറണാകുളത്ത് വന്നിട്ട് പിന്നെ കാണാൻ കഴിഞ്ഞ വർഷം കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ലക്ഷദ്വീപിൽ. മലയാളം സംസാരിക്കാത്തവരും സംസാരിക്കുന്നവരും ഒക്കെ ഉണ്ടായി. അല്ല, എല്ലാവരും സംസാരിക്കും, ഞങ്ങളുടെ ഭാഷ മാത്രം വേറെ. ഇവിടെ നല്ല അടിപൊളി കുരുമുളകൊക്കെ വിളഞ്ഞു നിൽക്കുന്നത് കാണുന്നുണ്ട് റോഡ് സൈഡിൽ തന്നെ. അപ്പോൾ നമ്മൾ സാമ്പിളിന് വേണ്ടിയിട്ട് 1-2 കുല ഇങ്ങനെ പറിച്ചെടുക്കുകയാണ്. അങ്ങനെ വരുന്ന വഴിക്ക് നമുക്ക് കുറച്ച് കോഫി കണ്ടു, കുരുമുളക് കണ്ടു, നല്ല നാടൻ മഞ്ഞൾ കണ്ടു. അപ്പോൾ ഇതാണ് ഗൈസ് കോഫി. ലക്ഷദ്വീപിലുള്ള ആൾക്കാർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇതിപ്പോൾ പച്ചയാണ്, ഇത് പഴുത്ത് കഴിഞ്ഞാലാണ് നല്ല കോഫി ബീനായിട്ട് വരിക. ഇത് നല്ല പച്ച കളറാണ്. എന്തായാലും നമുക്കൊരു ഇതുള്ള പൊട്ടി നോക്കാം. നല്ല മിടുക്കുണ്ട്. ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ പൊടിയെടുത്തിട്ടാണ് കോഫി ഉണ്ടാക്കുന്നത്. ആണ് കോഫി ബീൻസ്. ഇതാണ് കോഫി, ഇതാണ് കുരുമുളക്. ഇതാണ് ഇഞ്ചി. ഭയങ്കര നാച്ചുറലായിട്ട് എല്ലാ സാധനവും റോഡ് സൈഡിൽ തന്നെ വളരുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് നമുക്കൊരു ഇഞ്ചി കാണുന്നുണ്ട്. ഒരുപാടുണ്ട്, വേണമെങ്കിൽ നാട്ടിലേക്ക് കൊണ്ടുപോകാം.
നല്ല ഫ്രഷ് ഇഞ്ചി. ഇവിടെ നിന്നായിരിക്കും ചിലപ്പോൾ നമ്മുടെ നാടുകളിലേക്കൊക്കെ ഇഞ്ചി വരുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ റാഷിദുണ്ട്, സയാലുണ്ട്, നക്കീബുണ്ട്. നല്ല അടിപൊളി സ്കൂൾ. അപ്പോൾ നമ്മളങ്ങനെ വന്നിട്ട് ഇവിടുത്തെ ഒരു ഫേമസ് വെള്ളച്ചാട്ടത്തിൽ വന്ന് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി വൈബാണ്. അപ്പോൾ റാഷിദ് പറയുന്നത് എന്തായാലും നമുക്കിവിടെ കുളിച്ചിട്ടാണ് പോകാൻ പറ്റുക. അപ്പോൾ എല്ലാവരും കുളിക്കാൻ ഇറങ്ങുകയാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോകാൻ പോവാണ്. ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാകുന്ന കൊക്കോ. അതെ തൊട്ടയിട്ട സാമ്പാറ് എനിക്ക് കാരണം മാറ്റിക്കോ. കാരണം തൊട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ലോങ് റൈഡ് കഴിഞ്ഞിട്ട് വന്ന് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെട്ടത് മാമലക്കണ്ടം ലക്ഷ്യം വെച്ചിട്ടാണ് പോയത്. അതും ഒരു പുതിയ റൂട്ട്, 2-3 റൂട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു പുതിയ റൂട്ട് കൂടിയാണ് പോയത്. അപ്പോൾ ഒരുപാട് ചെറിയ അരുവികളും ചെറിയ ചെറിയ നദികളും അതുപോലെ ഒരു ഓവർ ബ്രിഡ്ജ് എത്തി, അവിടെ ഒരുപാട് കുരങ്ങുകളും എല്ലാം ഉണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി
ക്ലൈമറ്റ് ആയിരുന്നു. വെയിലില്ല എന്നാൽ മഴയില്ല, എന്നാലും ഒരു മൂഡി ഫ്രെയിമായിട്ടുള്ള ഒരു അടിപൊളി ക്ലൈമറ്റിലായിരുന്നു നമ്മൾ ഓടി കയറിയത്. എന്നിട്ട് അവിടെ എത്തിയപ്പോൾ നമുക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങി മാവലക്കണ്ടത്തിൽ. പിന്നെ അവിടെ എല്ലാവരും റീസെൻ്റ്ലി ഒരുപാട് ആൾക്കാർ വ്ളോഗേഴ്സും എല്ലാവരും പോയി വൈറലായ ഒരു സ്കൂളുണ്ട്, മാവലക്കണ്ടം ഹൈ സ്കൂൾ, അതുപോലെ LP സ്കൂൾ. അവിടെ നമ്മൾ പോയിട്ട് അതിൻ്റെ ചുറ്റുപാടിലുള്ള കാഴ്ചകൾ അടിപൊളി സ്കൂളാണ്. സ്കൂളിൻ്റെ തൊട്ട് പുറകിൽ തന്നെ വലിയ മലകളും വെള്ളച്ചാട്ടങ്ങളും അരുവികളും എല്ലാം കൂടി ചേരുന്ന ഒരു അടിപൊളി എൻവറോൺമെൻ്റാണ്. അത് കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു വെള്ളച്ചാട്ടത്തിലിറങ്ങി കുളിച്ചു. ഓൺ ദ വേ നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടി. ഇതാ കൊക്കോപ്പഴം, ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന കൊക്കോപ്പഴം, ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അതേപോലെ നല്ല അടിപൊളി നാടൻ മഞ്ഞൾ കിട്ടി. എന്താ എന്താ സ്മെൽ. അതേപോലെ കോഫി ബീൻസ് നമ്മൾ കുറച്ച് സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നാണ് കോഫിയൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ നല്ല പച്ച കുരുമുളക് നമുക്ക് കിട്ടി. സാമ്പിളിന് വേണ്ടിയിട്ട് നമ്മുടെ റാഷീൻ്റെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കളക്ട് ചെയ്തുകൊണ്ട് വന്നതാണ്. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നിട്ട് നമ്മൾ ചോറ് കഴിച്ചിട്ട് നല്ല നാടൻ ഊണ് കഴിച്ചു. കുളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല നാടൻ ഊണൊക്കെ കഴിച്ചിട്ട് നമ്മൾ വേറൊരു റൂട്ട് കൂടിയാണ്, പോയ റൂട്ട് കൂടിയല്ല, വേറൊരു റൂട്ട് കൂടിയാണ് നമ്മൾ തിരിച്ചു വന്നത്. മൂന്നാറിലേക്കൊക്കെ പോകുന്ന ഒരു റൂട്ട് കൂടിയാണ് നമ്മൾ തിരിച്ചു വന്നത്. അതിൽ നമുക്ക് കോടയും അതേപോലെ മഞ്ഞും നല്ലൊരു മഴയും എല്ലാം കിട്ടി. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ റൈഡൊക്കെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ വന്നിട്ട് ആലുവയിലേക്ക് എത്തിയതാണ്. കൊക്കോപ്പഴം നമുക്ക് പൊളിച്ചു നോക്കാം. ആദ്യമായിട്ടാണ് ഒരു കൊക്കോപ്പഴം കാണുന്നതും പൊളിച്ച് നോക്കുന്നതും. പക്ഷെ നല്ല മിടുക്കല്ലോ ഇത്. അങ്ങനെ തന്നെ റൗണ്ട് അടിയിലുണ്ട്. ഇത് മിടുക്ക്. ഇത് കുറച്ചും കൂടി പൊളുപ്പാവുണ്ട് എന്തോലാ. മഞ്ഞ കളറാണ് പുറം. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചാമ്പക്കായ അല്ല, ചാമ്പക്കല്ല, വേറൊരു തരം ടേസ്റ്റ്. മധുരമാണോ? ഒരു നൈസ് മധുരം. കഴിക്കുന്നു. എന്തൊരു ഹരമുള്ള ടേസ്റ്റ് ചൊല്ലിക്കിട്ടല്ലോ എന്നാണ്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ.